ഞാൻ സംബന്ധിച്ചതിന്റെ വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ. ഇത് ഒരു പ്രീമിയം കളക്ഷനിൽ പെട്ട ഒരു ഐറ്റം ആണ്. നമുക്കൊരു ഇച്ചിരി ഒരു 2000 അടുത്ത റേഞ്ചിലുള്ള ഒരു ഐറ്റം. അപ്പൊ അതിൻ്റെതായ ഒരു ക്വാളിറ്റി അതിന് കൂടുതലുണ്ട്. വർക്കിനാണെങ്കിലും ആ ഒരു ദുപ്പട്ടയുടെ വർക്കൊക്കെ ഭയങ്കര ഫിനിഷിംഗ് ആട്ടോ. നല്ല പേസ്റ്റൽ കളേഴ്സ് ആണ്. ഇതൊരു ലൈറ്റ് ഗ്രേ മിക്സ് ആയിട്ടൊരു ടോണാണ് കേട്ടോ. നോർമൽ ഗ്രേ അല്ല, കുറച്ച് എവിടെയും ഒരു പീച്ചിന്റെ ഒക്കെ ഒരു ഇറക്കി കയറി വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ബോർഡർ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര ഫിനിഷിംഗ് ആണ്. ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ഭയങ്കര ഫിനിഷിംഗ് ആണ് ഈ വർക്ക് വരുന്നത്. കട്ട് വർക്കിന്റെ ഒക്കെ ആ ഒരു രീതിയിലുള്ള വർക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇട്ട് വരുമ്പോഴത്തേനും ശരിക്കും ആ കൂടിയതിന്റെ അതേ ലുക്ക് തന്നെയാണ് വരുന്നത്. ഇത് ശരിക്കും കൂടിയത് വരുന്നത് 3000-4000 മേളിലോട്ട് ഇതിന്റെ തന്നെ കൂടിയതും വരുന്നുണ്ട്. അപ്പൊ അതേ രീതിയിൽ തന്നെ ഒരു 2000 താഴെ റേഞ്ച് നിൽക്കാൻ പാകത്തിന് വന്നിരിക്കുന്ന മോഡലാണ്. ഫ്രണ്ട് പോർഷനിലെ വർക്കും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള മോഡലാണ്. ബോട്ടം സെയിം കളർ തന്നെ. സാറ്റിൻ സിൽക്കിനകത്ത് കൂടിയ ഫാബ്രിക് തന്നെയാണ്. നമ്പർ T154, റേറ്റ് 1960 ആണ്. 196. രണ്ടാമത്തെ ഷെയ്ഡ് ലൈറ്റ് ഗ്രീൻ്റെ ഷെയ്ഡാണ് കേട്ടോ. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് മാത്രമാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് പോർഷനിലെ വർക്കാണെങ്കിലും കട്ട് ബീഡ്സ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ത്രെഡ് വർക്ക് കൊണ്ട് കുഞ്ഞായിട്ട് സീക്വൻസിൽ ഡിസൈൻ പോയിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട കണ്ടില്ലേ, ഭയങ്കര ഗ്രാൻഡ് ലുക്ക് ആട്ടോ. നിങ്ങൾക്ക് വേറെ എങ്കിലും ഇടാൻ പറ്റും. നല്ല ലെങ്ത് ഉള്ള മോഡലാണ് ഇതെല്ലാം. ബോട്ടം സെയിം കളർ തന്നെ, ഫ്രണ്ടിലത്തെ ഡിസൈൻ ഇതാട്ടോ. പിന്നെ നമ്പർ T155, റേറ്റ് 1960. ഇത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. ലാവണ്ടറിന് തന്നെ ലൈറ്റ് ആണെങ്കിലും നല്ല രസമുള്ള ഷെയ്ഡാണ്. കാരണം ഫ്രണ്ട് പോർഷനിൽ ആ കട്ട് ബീഡ്സിന് കുറച്ചുകൂടി തിളക്കം കൂടുതൽ വരും. മൊത്തത്തിൽ കാണാൻ ഭയങ്കര രസമുള്ള ഒരു കളറാണ് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും സെയിം തന്നെ. ഈ ഒരു ത്രെഡ് വർക്കിനെ കുറച്ചുകൂടെ ഡാർക്കർ ടോണും മെയിൻ ഷെയ്ഡ് കുറച്ച് ലൈറ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു ചെറുതായിട്ടൊരു ഡാർക്കായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ലാവണ്ടറിന്റെ ഷെയ്ഡ് നന്നായിട്ട് എടുത്ത് നിൽക്കും. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷൻ്റെ ഡിസൈൻ. മെറ്റീരിയലും കൂടിയ ഫാബ്രിക് ആട്ടോ. സെമി സിൽക്കിന്റെ തന്നെ കൂടിയ ഫാബ്രിക്കാണ്. നമുക്ക് ദുപ്പട്ട സോഫ്റ്റ് സിൽക്കിന്റെ മെറ്റീരിയൽ. നമ്പർ വരുന്നത് T156, റേറ്റ് 196. അടുത്ത് വരുന്നത് ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. എല്ലാം നല്ല കളേഴ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം ആ ഒരു കൂടിയ റേറ്റിൽ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കളയാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ആ ഒരു സെന്ററിൽ കൂടെ കുഞ്ഞു കുഞ്ഞു പേളും ഉണ്ട് കേട്ടോ. നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ വൺ സൈഡിൽ ആ വർക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്നുണ്ട്. എല്ലാത്തിനും സെയിം തന്നെയാണ്. താഴെ ഇതുപോലൊരു ലേസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടിയതിൻ്റെ അകത്ത് ഇങ്ങനത്തെ മോഡൽ ലേസ് വർക്ക് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ബോട്ടം സാറ്റിൻ സിൽക്ക്. നമ്പർ T157, റേറ്റ് 196. ലാസ്റ്റ് കളർ വരുന്നത് ലൈറ്റ് ഗ്രേ ടോൺ കേട്ടോ. ഇതിൻ്റെ അകത്തും സെയിം തന്നെ. അതിൻ്റെ അകത്ത് ആ ഒരു വർക്കിനും പിന്നെ ആ ഒരു ഹാൻഡ് വർക്കിനും ഒക്കെ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയെല്ലാം സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ. ഭയങ്കര നല്ല സ്മൂത്ത് ഫാബ്രിക് ആണ്. വാഷ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഷാമ്പു വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ടയാണ് നല്ല ലെങ്തി ആയിട്ട് ഫുൾ വർക്ക് കൊടുത്തിട്ടുള്ള മോഡൽ. നമ്പർ വരുന്നത് T158, റേറ്റ് 1960.